ഹലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നതെന്ന് പറയുമ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെയാണ്. റീസെൻ്റായിട്ട് ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. മുഖത്തുള്ള കുരുപ്പൊട്ടിയിട്ടുള്ള പാടുകൾ, ഡാർക്ക് സ്പോട്ട്സ്, അൺഈവൻ സ്കിൻ ടോൺസ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ മാറാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ്. ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല, അപ്പോൾ അതും പറഞ്ഞ് വരരുത്. രണ്ട് എഫക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഗ്ലൈക്കോ 6 എന്ന് പറഞ്ഞ 6% ഗ്ലൈക്കോലിക് ആസിഡ് ക്രീമും ലോറിയൽ പാരിസിൻ്റെ ഗ്ലൈക്കോലിക് ബ്രൈറ്റും ക്രീമുമാണ്. ഇത് രണ്ടും നല്ല എഫക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഇതെന്ന് പറയുക ഗ്ലൈക്കോലിക് ബ്രൈറ്റ് 6% ക്രീം നമുക്ക് മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇത് പിന്നീട് ആഴ്ചയിൽ 3 തവണ നൈറ്റ് ടൈമിൽ മാത്രമേ അപ്ലൈ ചെയ്യുക. കാരണം 3 തവണ എന്ന് പറയുന്നത് സ്കിന്നിന് ഓവറായിട്ട് എക്സ്പോളിയേറ്റ് ആവും. അതിന് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് സ്കിൻ പീലിംഗ് ഉണ്ടാവാനും പൊള്ളലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ആക്റ്റീവാണ്. നമ്മുടെ സ്കിന്നിൽ ഹാം ആയിട്ടുള്ളൊരു സംഭവം ഒന്നുമല്ല, പക്ഷേ നേരെ ചൊവ്വേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലതാണ്. ഒരുപാട് സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ നൈറ്റ് ടൈം ഫേസ് ക്ലെൻസിന് ശേഷം വളരെ കുറച്ച് എമൗണ്ട് എടുക്കുക. കണ്ണിൻ്റെ താഴെ ഒന്നും അപ്ലൈ ചെയ്യരുത്. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഒരു തിക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിലൂടെ നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു ഗ്ലൈക്കോലിക് ബ്രൈറ്റ് ക്രീം ലോറിയൽ പാരിസിൻ്റെ ഇത്തിരി സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കൊക്കെ ഇതിലൂടെ നല്ലത് ഇതായിരിക്കും. പെട്ടെന്ന് ഇച്ചിരി റിസൾട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് നൈറ്റ് ടൈമിലാണെങ്കിലും ഫേസ് ക്ലെൻസ് ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്താൽ മതി. പിന്നീട് തെറ്റായിട്ട് യൂസ് ചെയ്യരുത്. 3 തവണ കൂടുതൽ യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല. കാരണം ഇത് ഒരു ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് സ്കിൻ എക്സ്പോളിയേറ്റ് ആകാനും സ്കിന്നിൽ പീലിംഗ് ഉണ്ടാവാനും പൊള്ളലുണ്ടാവാനുള്ള ചാൻസസ് ഹൈ ആണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അതേപോലെ ഈ 2 ക്രീമാണെങ്കിലും ഇടുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പൊള്ളലോ ടിംഗ്ലിംഗ് സെൻസേഷനോ ബേണോ ചുമന്നിരിക്കുന്നതായിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ടബിൾ അല്ലെന്നാണ്. ആമസോണിലും പർപ്പിളിലും നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ആദ്യം തന്നെ പറയാം, ഇത് തെറ്റായിട്ട് യൂസ് ചെയ്യരുത്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും യൂസ് ചെയ്യരുത്. ഇനി അത് പറഞ്ഞില്ല എന്ന് പറയരുത്. പിന്നെ ഇത് ബോയ്സിനും പറ്റും ഗേൾസിനും പറ്റും, അതും പറയൽ. രണ്ടും നല്ല എഫക്റ്റീവാണ്. പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഒന്നും റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് എന്നുണ്ടെങ്കിൽ കമൻസ് ചോദിച്ചാൽ മതി. പിന്നെ 17 വയസ്സിൽ കൂടുതലുള്ളവർ മാത്രമേ ഈ 2 പ്രോഡക്ട്സും യൂസ് ചെയ്യാവൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ചോദിച്ചാൽ മതി. ബൈ.